സോ ക്രൂഷ്യൽ മാച്ച് ഫോർ ഗ്രൂപ്പ് ബിയിലെ എല്ലാ മെമ്പേഴ്സിനുള്ള ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു മാച്ചാണ്. അവർക്ക് ടീം സെമി ഫൈനൽസിലേക്ക് ക്വാളിഫൈ ചെയ്യണമെങ്കിൽ ഈ ഒരു കളി ഭയങ്കര OG ഓൾറെഡി എന്തായാലും ഗ്രൂപ്പ് ബിന്ന് ക്വാളിഫൈഡ് ആണ്. ആൻഡ് ബാക്കി 3 ടീംസിന്റെ കാര്യത്തിൽ ഈ ഒരു മാച്ച് ഡിസൈഡ് ചെയ്യും. സോ ഈഗിൾ എക്സ് എക്സലാൻഡിസ് റാംപേജ് GTFI PvP ടൂർണമെന്റിന്റെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ മാച്ച് ഡേ 1 അതുപോലെ തന്നെ ഗ്രൂപ്പ് ബിയിലെ മൂന്നാമത്തെ മാച്ചും. ലെറ്റ്സ് ഗോ. സോണിൽ അപ്പുക്കുട്ടൻ മരിച്ചു, ആടുതോമ മരിച്ചു, രണ്ടുപേരും ഓൾറെഡി സോണിൽ ഇതായിട്ടുണ്ട്. അവരെ ഈ സോണിൽ വീഴുന്നവരെ തിരിച്ചു കയറ്റി കൊടുക്കത്തില്ലേ? എൽദോ അവിടെ വീണു. ഇവരെല്ലാം റീകോൾ ചെയ്യുന്നതായിരിക്കും. ടോക്കിയോ ലെമിയോൺ NYXനെ ഇതാക്കിയിട്ടുണ്ട്. മിയ എറിക്കിനെ സോണിൽ പോയിട്ടുണ്ട്. എല്ലാരും ചാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ATU ആടുതോമ അവിടെ ഡൗൺ ആയ ആള് വന്ന് ഒന്നുകൂടെ ഡൗൺ ആയി. അവനെ വീണ്ടും ഇനി കയറ്റണം. എല്ലാവരുടെ പ്രശ്നമല്ല ഇവന്. ഓക്കെ, രണ്ടുപേരും കൂടെ സോണിനകത്ത് ഡൗൺ ആയിട്ടുണ്ട്. വീണ്ടും ടോക്കിയോ ലെമിയോൺ NYX വീണ്ടും ഡൗൺ ആയിട്ടുണ്ട്. അവനെ ഒന്നുകൂടെ കയറ്റണം. സോ ദ ലാസ്റ്റ് ആൻഡ് ദ ഫൈനൽ മാച്ച് ഗൈസ്. ഇന്നത്തെ ഗോകുക്കെ ഉണ്ട്. സോ എല്ലാ ടീമുകളും അവരവരുടെ പൊസിഷനിലോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് നോക്കാം. ഇസഡം ഡെക്കു ആണോ? ഞാൻ SRR ഡെക്കു ആണോ അത്? എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. എനിക്ക് ഇവരൊന്നും എല്ലാവരും പേര് മാറ്റിയിട്ടാ നമ്മളിങ്ങനെ അറിയാവുന്നേ. ലെമിയോൺ ഡെക്കു ആണ്. ഓക്കെ. സോ ദാ ഇവിടെ MIA ഇറങ്ങിയിട്ടുണ്ട്. MIAയുടെ അടുത്തുനിന്ന് വരാം. അവിടെ BM പൂച്ച ബ്ലാക്ക് മാഫിയ OGയിലെ പ്ലെയറിനെ ഫസ്റ്റ് പ്ലെയറിനെ അവിടെ പിക്ക് ചെയ്തിട്ടുണ്ട്. BM vs OG നടക്കാനുള്ള സാധ്യത ഫിനിഷ് ഓഫ് ചെയ്ത് കളഞ്ഞു. BMന്റെ ഒരു പ്ലെയറിനെ ഓൾറെഡി BM ഒരു പ്ലെയറിനെ അവരുടെ OGയുടെ ഒരു പ്ലെയറിനെ ഓൾറെഡി ഫിനിഷ് ഓഫ് ചെയ്ത് കളഞ്ഞു. കൈ കിട്ടിയത് എടുത്ത് വെച്ച് OGയുടെ ഒരു പ്ലെയറിനെ അവിടെ OGയുടെ കർണൻ ഇവിടെ ഗൺ എടുത്തോണ്ടിരിക്കുന്നു. പൂച്ച അതുവഴി വന്നു. കൈ വെച്ചിടിയാവോ ഇത്? ഓക്കെ, ഗണ്ണ് കിട്ടി. കണ്ടില്ല, പൂച്ച അതിനകത്ത് പോയി, കണ്ടില്ല. OG അവിടെ BM നിക്സിനെ ഫിനിഷ് ചെയ്യുന്നു. OG നഗുൽ അവിടെ നിക്സിനെ ഫിനിഷ് ഓഫ് ചെയ്യുന്നു. BMലെ ആലിബാബ അവിടെ ഫിനിഷ് ഓഫ് ചെയ്യുന്നു. ആൻഡ് BMന് നല്ല കാഷ്വാലിറ്റീസ് വരുന്നുണ്ട്. അവിടെ ഒരു 1v1 എടുക്കാൻ പറ്റുമോ? കെനിക്ക് ഒരു 1v1 എടുക്കാൻ പറ്റുമെങ്കിൽ അവിടെ ഒരു നോക്ക് ഫിനിഷ് ചെയ്യാം. ഓക്കെ, BMന് സപ്പോർട്ട് വന്നിരിക്കുന്നു. BMന്റെ സൈഡിൽ നിന്ന് സപ്പോർട്ട് എത്തിയിരിക്കുന്നു. OG അടിക്കാനുള്ള സപ്പോർട്ട് വന്നിരിക്കുന്നു. ഒരു പ്ലെയറിനോട് BM ഫിനിഷ് ചെയ്തിരിക്കുന്നു. OGയും സപ്പോർട്ട് വന്നിട്ടുണ്ട് തിരിച്ച്. OGയുടെ പ്ലേയേഴ്സോടെ എത്തിയിട്ടുണ്ട്. ഇവിടെ BM vs OG നല്ലൊരു ഫൈറ്റ് കാണാൻ പറ്റുമോ? OG ഒരു നോക്ക് കൂടെ, BMൽ ഒരു പ്ലെയർ കൂടെ നോക്കായിട്ടുണ്ട്. BMൽ അടുത്ത പ്ലെയറിനെ കൂടെ OGയിലെ പ്ലേയേഴ്സ് കൂടുതൽ എത്തിയിട്ടുണ്ട്. അവിടെ കൈവച്ചിടിക്കുന്നു. ഗണ്ണില്ലാത്തതിന് കൈവച്ചിടിച്ചിടുന്നു. കൈവച്ചിടിച്ച് നോക്കാക്കിയിരിക്കുന്നു OG vs BM പൂച്ച അവിടെ OGയിലെ അടുത്ത പ്ലെയറിനെ ഫിനിഷ് ഓഫ് ആക്കി വിട്ടിരിക്കുന്നു. BM vs OGയിലെ 3-4 പ്ലേയേഴ്സ് ഇവിടെ ഉണ്ട്. ലോബി ഡോമിനേറ്റ് ചെയ്തുകൊണ്ടിരുന്ന OGയെ ആദ്യം തന്നെ BM ആയിട്ട് ഫൈറ്റ് ആവുന്നു. OGക്ക് അത്യാവശ്യം കാഷ്വാലിറ്റീസ് വന്നിട്ടുണ്ട്. പക്ഷെ അവര് റിവൈവ് ആയി തിരിച്ചു പോകുന്നു. പൂച്ച ഇവിടെ ഇപ്പോഴും ഒളിച്ചിരിക്കുകയാണ്. പൂച്ചയെ പോലിരിക്കുന്നു പൂച്ച. കഴുകൻ സുര ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. OGയുടെ ഒരു പ്ലെയർ ഇവിടെ അടുത്ത് വന്നു. OG ഇവിടെ ബാക്കപ്പ് വരുന്നുണ്ട്. സോ പൂച്ച ഇറങ്ങി. പൂച്ചയും കർണനും തമ്മിലുള്ള കർണനെ അടിച്ചിട്ടിരിക്കുന്നു OG പൂച്ച. നല്ലൊരു 1v1 അവിടെ. കഴുകൻ സുര ഒരു നോക്ക്. കഴുകൻ സുര അവനെ ഇടിച്ച് ഫിനിഷ് ചെയ്യാനുള്ള പരിപാടി. കഴുകൻ സുരയെ നോക്കാക്കിയിട്ടുണ്ട്. ഒരു പ്ലെയറിനെ കൂടെ അവിടെ നോക്കാക്കി. കഴുകൻ സുര അവിടെ ഫിനിഷ് ഓഫ് ചെയ്ത് കളയുന്നു. ഇപ്പൊ BMല് 3 പ്ലേയേഴ്സ് ആണോ ബാക്കിയുള്ളത്? അല്ല, OGയില് 3 പ്ലേയേഴ്സ് ആണോ ബാക്കിയുള്ളത്? അല്ല, 4 പേരുണ്ട് OGയില് ബാക്കി. അവിടെ ആരോ ഇറങ്ങുന്നുണ്ട്. BMലെ പ്ലേയേഴ്സ് ഇവിടെ ഇറങ്ങുന്നതേ ഉള്ളൂ. അവർക്ക് ലൂട്ടായിട്ടില്ല. അവർക്ക് 2 പേർക്ക് ലൂട്ടായിട്ടില്ല. അവിടെ പൂച്ച അവിടെ തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. പൂച്ച ഫിനിഷ് ഓഫ് ചെയ്തിട്ടില്ല. ഓക്കെ, പൂച്ചയെ ഹണ്ട് ചെയ്യാൻ വേണ്ടി OGയിലെ പ്ലേയേഴ്സ് ഒരുമിച്ച് പോകുന്നുണ്ട്. എല്ലാ പോച്ചയിലും വെടിവെച്ചിരിക്കുന്നു. പൂച്ച ടാർപ്പയ്ക്കകത്ത് ഒളിച്ചിരിക്കുന്നു. ഇല്ല, ടാർപ്പ മേളിലാണ്. പൂച്ച അവിടെ ഒളിച്ചിരിക്കുവാണ്. OGയിലെ പ്ലേയേഴ്സ് പുഷ് ചെയ്ത് വരുവാണ്. OGയിലെ 4 പ്ലേയേഴ്സ് ഉണ്ട്. OGയിലെ 4 പ്ലേയേഴ്സും പൂച്ച അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. OGയിലെ 6 പേരെ എടുത്തിട്ടുണ്ടോ BM? അപ്പം OGയിലെ 6 പ്ലേയേഴ്സിനെ എടുത്തെന്ന് തോന്നുന്നു. ഇല്ല, 1 2 3 4 5 പേരുണ്ട്. 5 പ്ലേയേഴ്സിനെ
5 പ്ലേയേഴ്സിനെ എടുത്തു. പൂച്ചയെ കണ്ടില്ല, അനങ്ങാതിരിക്കുവാണ് പൂച്ച. ക്വാളിറ്റി ലോസ് ഉണ്ടാകുന്നേ ആണോ? ഇപ്പൊ ഓക്കെ. എല്ലാ പോച്ചയിലും മരത്തിലും വെടിവെച്ച് ഓജി പൂച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ഹണ്ട്. പൂച്ച ഒരു തരത്തിലും വെടിയെടുക്കത്തില്ല എന്ന് പറഞ്ഞാണ് പൂച്ച ഇരിക്കുന്നത്. പൂച്ച കാണാനുള്ള സാധ്യതയുണ്ട്. പൂച്ച കാണും. ഇപ്പം മേളിൽ നിന്ന് പൂച്ച കാണും. പൂച്ച കണ്ടു. പൂച്ച ഓടിച്ചിട്ട് തല്ലാനുള്ള പരിപാടിയാണ് BM-ന്റെ ഓജിയുടെ സൈഡിൽ നിന്ന് കണ്ടിരിക്കുന്നു. പൂച്ച ഓടിച്ചിട്ട് തല്ലിക്കൊല്ലാനുള്ള പരിപാടി. പൂച്ച കണ്ടു. പൂച്ച ഓടിച്ചിട്ട് അടിക്കാനുള്ള പരിപാടി. നല്ല ടാഗ് കൊടുക്കുന്നുണ്ട്. പൂച്ചയ്ക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ? യെസ്, പൂച്ച ബീങ് പൂച്ച എസ്കേപ്പ് ആയി അവിടുന്ന് 4-ാം കാലിൽ ഓടി പൂച്ച. ചോര, പൂച്ചയുടെ ചോര ഭിത്തിയെ തെറിച്ചിരിക്കുന്നു. ഒരു തരത്തിൽ അവനെ വിടാനുള്ള യാതൊരുവിധ ഉദ്ദേശവും ഓജിക്കില്ല. ഞങ്ങളുടെ ടീമിൽ 5 പേരെ വന്നു, നീ ഒറ്റക്ക് കളിക്കണ്ടറാ പൂച്ചയെന്ന്. പൂച്ച ഓടി സ്വന്തം ടീംമേറ്റ്സിന്റെ അടുത്തോട്ട് പോവാണ്. പക്ഷെ ടീംമേറ്റ്സ് അതിലും വേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. പൂച്ചയുടെ നല്ലൊരു എസ്കേപ്പ് ആണ്. പൂച്ചയുടെ ടീംമേറ്റ്സിൽ അവന്മാര് ജീവനും കൊണ്ട് ഓടണം കേട്ടാ. പൂച്ച ഓടി പൊക്കോണ്ടിരിക്കുന്നു. ഓജി അതിന്റെ പുറകെ ഓടണ്. എന്റെ അമ്മ, പൂച്ച ദേ ഓടുക. പൂച്ചയ്ക്ക് അവിടെ ഒരു ഓപ്പൺ ആണ്. ഇതിന്റെ മണ്ടേ കയറി പൂച്ചയെ തല്ലാനുള്ള പരിപാടിയാണ് അവര്. BM വേഴ്സസ് ഓജി 5v3 സിറ്റുവേഷൻ. അവർക്ക് 3 പേർക്ക് നിന്ന് ഓജി അടിച്ചിടാൻ പറ്റുമോ നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, ഫൈനലി പൂച്ച ഓടി ടീംമേറ്റ്സിന്റെ അടുത്ത് എത്തിയിരിക്കുന്നു. ഇനി പൂച്ചയുടെ കൂട്ടുകാരും പൂച്ചയും ഓജിയും തമ്മിലുള്ള യുദ്ധം. ഓജി വേഴ്സസ് പൂച്ച. ലവ് BM. ലെറ്റ്സ് ഗോ ഫൈറ്റ്. ഇവ ഹനുമാൻ ദേ കണ്ണില്ലാതെ പോന്നു. ഹനുമാനും പൂച്ചയും തമ്മിലുള്ള യുദ്ധം. ഹനുമാൻ, ഉണ്ണി കോസ്റ്റ. ഇതുവരെ സ്പോട്ട് ചെയ്തെന്ന് തോന്നുന്നു. ഓജി സ്പോട്ട് ചെയ്തെന്ന് തോന്നുന്നു. ഓജി 5 പേര്. ഓക്കെ, ഉണ്ണി കോസ്റ്റ അവിടുന്ന് ഓടുന്നു. അവര് നല്ലൊരു ആംഗിളിന് മേളിൽ കയറിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. പക്ഷെ ഉണ്ണി ഓടി രക്ഷപ്പെട്ടില്ലേ? ഉണ്ണി ആ ബ്രിഡ്ജിനപ്പുറത്ത് ഓടിയവൻ. അവിടെ അവന്റെ അപ്പുറത്തുണ്ട്. ഇല്ലില്ല, അതെനിക്ക് തെറ്റിപ്പോയ. സോ ഒരു 3v5 സിറ്റുവേഷൻ. 2 ടീമിനും പൊസിഷൻ ഇതുവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഐഡിയ കിട്ടിയിട്ടില്ല. അവിടെ എന്തോ ഒരു കുടുംബത്തോട് കത്തിപ്പോയി. ഇല്ല, അവര് ചുമ്മാ വെടിവെക്കും അവിടെ. സോ BM ഉണ്ണി കോസ്റ്റയുടെ അടുത്തേക്ക് നമുക്ക് വീണ്ടും പോവാം. ഉണ്ണി അവിടെ വീടിന്റെ മണ്ടയ്ക്ക് കയറിയിരിപ്പുണ്ട്. അനൗൺസ്മെന്റ് ഇട്ട് പക്കൂര 5 മിനിറ്റ് കൂടുതൽ ബിൽഡിംഗ് ഹോൾഡ് ചെയ്യാൻ പറ്റത്തില്ലെന്ന്. എക്സ്ട്രാ ഡീസൽ ഇടാലോ, നമ്മളൊക്കെ എത്ര വട്ടം ഇറക്കിയേക്കുന്നത്. പിന്നെ അല്ല, ഓജി വേഴ്സസ് BM 3 വേഴ്സസ് 5. നല്ലൊരു ആംഗിളിൽ കയറിയിരിക്കുകയാണ് കേട്ടോ അവര്. വരുന്നവരെ പ്ലാച്ചാന്നുള്ള രീതിയിൽ. ഉണ്ണി കോസ്റ്റ അവിടെ. ഹനുമാൻ ഓപ്പണിലിരിക്കുന്നു. അല്ല, ദർശനയാ ഒരു ഓജി. ദുശാസന BM-നെ ഇതുവരെ സ്പോട്ട് ചെയ്തിട്ടില്ല. വള്ളി ടീംസ് ഔട്ട് ആയിട്ടില്ല. നമുക്ക് നോക്കാം. ടൂർണമെന്റ് ആണെങ്കിലും കടി മാറിയില്ലെന്നാ. എന്താണ് അതിനൊക്കെ? ഓജി വേഴ്സസ് BM. വേറെ എങ്ങും ഫൈറ്റ് നടക്കുന്നില്ല. എല്ലാ ടീമും ക്വാളിഫൈ ആവാൻ വേണ്ടി കളിക്കുന്നു. 10 ടീംസും ഇവിടെ എലൈവാണ്. 10 ടീമും എലൈവായിട്ട് നിൽക്കുന്നത് നമുക്ക് നോക്കാം. ഇതൊരു നല്ല മാച്ച് ആയിരിക്കും. കാരണം എല്ലാവരും സീരിയസ് ആയിട്ട് കളിക്കുന്നുണ്ട്. കാരണം ഇത് ലാസ്റ്റ് മാച്ച് ആയതുകൊണ്ട് എല്ലാവരുടെയും ലാസ്റ്റ് ഹോപ്പാണ്.
നമുക്ക് നല്ലൊരു ടൈറ്റ് മാച്ച് തന്നെ കാണാൻ സാധിക്കും. നമ്മൾ ഇതുവരെ ഡോമിനേറ്റ് ചെയ്ത് ഹാഷ്-1 OGയുടെ 5 പ്ലേയേഴ്സിനെയാണ് അവർക്ക് നഷ്ടമായിരിക്കുന്നത്. അതിൻ്റെതായ ഒരു ദേഷ്യം അവർക്ക് BM-നോട് ഉണ്ടായിരിക്കും. ഉറപ്പായിട്ടും BM-ന്റെ ലാസ്റ്റ് 3 പ്ലേയേഴ്സാണ് ബാക്കിയായിട്ട് എലൈവ് ആയിട്ടുള്ളത്. എന്തായാലും ഒരു ക്വാളിഫൈ ആയി ഇവരെ തല്ലിക്കൊന്നിട്ടേ പോകുന്നുള്ള രീതിയിലാണ് ഓജി നിൽക്കുന്നത്. ചിലപ്പോൾ പോയിന്റ്സ് ടേബിൾ വരുമ്പോൾ ഒരു അട്ടിമറി സംഭവിക്കുമോ? അട്ടിമറി ഇതിനകത്ത് ആരട്ടിമറി ഇതിനകത്ത്, അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ രണ്ടുപേരും ഇന്ന് തല്ലണം എല്ലാരും കൂടെ. അത് ശരിയാ. ഓക്കെ, OG ഓൾറെഡി ഒരു ഹൈറ്റ് അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് ഏരിയ എടുത്തിട്ടുണ്ട്. അവർ ഓൾമോസ്റ്റ് സോണിൻ്റെ സെൻറ്ററാണ്. സോ അവർക്കൊരു അൺവാണ്ടഡ് ഫൈറ്റ് കമ്മിറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം അവർക്കില്ല. ഉണ്ണിക്കോസ്റ്റനെ അവർ സ്പോട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ വേറെ കറന്റ് ഫൈറ്റ് നടക്കുന്നില്ല ഗൈസ്. എല്ലാരും 10 out of 10 ടീംസ്. ഓ ദേ ഒരു മലയിൽ കൂടെ ആരോ ഇറങ്ങി വരുന്നത്. ഓ മേളിൽ കൂടെ നോക്ക് വരിയായിട്ട് വരുന്നത് ആ പ്ലെയിൻ ഒരു പടം ഇറങ്ങി വരുന്നുണ്ടല്ലോ. അത് ആരാണ്? CID പ്രിൻസസ് നയിക്കുന്ന CID. ദേ ഇതാ മല കടന്നു വരുന്നു അടുത്ത ഫൈറ്റ് എടുക്കാൻ. OG BM-നെയും തല്ലാൻ വേണ്ടി CID കടന്നു വരുന്നു. CID ഉണ്ണിക്കോസ്റ്റ് അത് സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അവര് വന്നത് അവിടെ കവർ എടുത്തിട്ടാണ് ഉണ്ണിക്കോസ്റ്റ് കളിച്ചത്. ഓ മലയിലും ഇടത്തും വലത്തും ചെകുത്താന്റെ കടലിന്റെ നടുക്കായി നമ്മുടെ ഉണ്ണി. ഇങ്ങോട്ട് മാറിയാ CID തല്ല് കിട്ടും, അങ്ങോട്ട് മാറിയാ OG തല്ല് കിട്ടും. എന്തായാലും തല്ല ഉറപ്പായി. നമുക്ക് നോക്കാം ഇവിടുന്ന് 3 ഗ്യാങ്സിന്റെ ഇടയ്ക്ക് വന്ന് ഏത് ഗ്യാങ് സർവൈവ് ചെയ്തെന്ന് നമുക്ക് നോക്കി നോക്കാം. സോ അതിരടി യൂണിറ്റ് എവിടെ? TV എവിടെന്ന് പറഞ്ഞു വെച്ചോ. TV ഒന്ന് സ്പെക്ക് ചെയ്യോ. TV എവിടെ? TVA എവിടെയാണെന്ന് നമുക്ക് നോക്കാം. TVA X വള്ളി ടീംസ് നല്ലൊരു പൊസിഷൻ, പിരമിഡിന്റെ അടുത്തായിട്ടൊരു പൊസിഷൻ ഹോൾഡ് ചെയ്ത് മലയിൽ തന്നെ നിൽക്കുന്നു. എല്ലാ സൈഡും നോക്കിക്കുന്നു. TVയുടെ അടുത്ത് കറന്റ് വേറെ സ്കോഡുകളൊന്നും TVയുടെ അടുത്തില്ല. കുറച്ച് ദൂരത്തോട്ടൊക്കെയാണ് TVയുടെ അടുത്തുള്ളത്. നമുക്ക് നോക്കാം. സോ MIA മല കയറി തുടങ്ങിയിട്ടുണ്ട്. MIA മല കയറി തുടങ്ങുന്നുണ്ട്. സോ സോൺ ഒരു മിനിറ്റും 45 സെക്കൻഡിലും അടുത്ത സോൺ വരുന്നതായിരിക്കും. സോൺ ഹോൾഡ് അടുത്തത് വരുന്നതായിരിക്കും. 1 മിനിറ്റ് 41 സെക്കൻഡ് കൂടിയേ ഉള്ളൂ. അപ്പോഴത്തേക്കിനും നമ്മുടെ സോൺ സ്റ്റാർട്ട് ആവും. സോൺ മൂവ് ചെയ്യാൻ തുടങ്ങും. റെഡ് സോൺ മൂവ് ചെയ്യാൻ തുടങ്ങും. ടിവിയുടെ ബാക്ക് സൈഡിലേക്കായിട്ടാണ് MIA കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. സോ അവര് കുറച്ച് ദൂരത്താണ്, എന്നാലും ഓടിക്കേറി വരുമെന്നാണ് തോന്നുന്നത്. സോ അവർ സോണിലേക്ക് എൻ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ TVA vs MIA നടക്കാനുള്ള ചാൻസുകളെല്ലാം ഇവിടെ ഉണ്ട്. നമുക്ക് നോക്കാം. TVA vs MIA. ആ പൂച്ചയെ പറ്റി നാട്ടുകാരൊക്കെ അന്വേഷിക്കുന്നുണ്ടേ. അത് ജീവനോടുണ്ടോ എന്ന് നോക്കണേ. ആരും തല്ലിക്കൊന്നു. ആൾക്കാരൊക്കെ പൂച്ചയെ അന്വേഷിക്കുന്നുണ്ട്. പൂച്ച സേഫ് ആണ്. പൂച്ച കുഴപ്പമൊന്നുമില്ല. ഓൾ ഗുഡ്. പൂച്ച ഈസ് പെർഫെക്റ്റ്ലി ഫൈൻ. സോ CID OG BM ഇവര് 3 പേരും അവിടെ തന്നെ ഹോൾഡ് ചെയ്തിരിക്കുന്നുണ്ട്. അവര് സോണിന്റെ സെന്റർ ആയതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു പൊസിഷനിൽ നിന്നും മൂവ് ചെയ്യേണ്ട ഒരു ആവശ്യം കറന്റ്ലി അവർക്കില്ല. അതെ, കറണ്ട് സിനാരിയോയിൽ നമ്മൾ കാണുന്ന ഒരു ടൈറ്റ് കോമ്പറ്റീഷനാണ്. എല്ലാവർക്കും ആ ഒരു ടോപ്പ് 4 എത്താൻ വേണ്ടിയിട്ടുള്ള അവരുടേതായ സത്യത്തില് എല്ലാരും ഭയങ്കര കളിക്കണ്. B ഗ്രൂപ്പ് ഇതിനു മുമ്പും എനിക്ക് തോന്നുന്നു നല്ല ടൈറ്റ് ആയിട്ടാണ് അവർ കളിച്ചോണ്ടിരുന്നത് തോന്നുന്നു. ആണല്ലേ? 10 ടീം 84 പേരും ലൈവ്. തീർച്ചയായും ഷൈജു. അതെ തീർച്ചയായും ഷൈജു. തീർച്ചയായും ബ്രാവോ. തീർച്ചയായും 2 സെക്കൻഡ്. അങ്ങനെ സോണ് ഷിഫ്റ്റ് ആയിരിക്കുകയാണ്. അടുത്തൊരു സോണ് വന്നിരിക്കുകയാണ്. അടുത്തൊരു സോൺ വന്നിരിക്കുന്നതിലും ഭൂരിഭാഗം ടീമുകളും സോണിന്റെ തന്നെയാണ്. വലിയൊരു പൊസിഷൻ ചേഞ്ചോ അല്ലെങ്കിൽ ഒരു മൂവോ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുകയില്ല. ബട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പിരമിഡ് സെന്റർ ഓഫ് ദ സോൺ വന്നിട്ടുണ്ട്. സോ പിരമിഡ് ആണ് സെന്റർ ഓഫ് ദ സോൺ ഈ വട്ടം വന്നിരിക്കുന്നത്. സോ പിരമിഡ് എടുക്കുന്ന ടീമിന് ഇപ്പൊ കറന്റ്ലി കുറച്ച് ഹൈറ്റ് അഡ്വാൻറ്റേജിൽ ഫൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ വേറെ 2 ടീമുകൾ വളരെ ക്ലോസിൽ ഇപ്പൊ ഗോഗു അവനെ വിളിച്ചോണ്ട് അതിന് മടക്കി പോയി അവനെ ഇപ്പൊ മെറ്റെന്ന് പറയവേ. ATയും DXും ക്ലോസിങ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്.
ലോഡ് ബോക്സിന് കൊളീഷൻ ഉണ്ടോ? ലോഡ് ബോക്സിന് കൊളീഷൻ ഉണ്ടല്ലോ, കവർ എടുക്കാൻ പറ്റുമല്ലോ. ആ കവർ എടുക്കാം. കവർ എടുക്കാം. റൊട്ടേറ്റ് ചെയ്ത് വരുന്ന DX മുമ്പിലേക്കാ. ATU റൊട്ടേറ്റ് ചെയ്ത് DX-ന്റെ മുമ്പിലേക്ക് വരുന്നു എന്നുള്ളൊരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് നോക്കി നോക്കാം. DX വേഴ്സസ് ATU വരാനുള്ള ചാൻസസ് ഉണ്ട്. ഓപ്പണിൽ കണ്ടു, DX സ്പോട്ട് ചെയ്തു. ഓക്കെ, റിഡ്ജിന്റെ ഫ്രണ്ടിൽ കവർ എടുക്കുന്നുണ്ട്. DX സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഫൈറ്റ് തുടങ്ങി. അവിടെ സ്മോക്ക് ഇട്ടിട്ടുണ്ട്. സോ DX വേഴ്സസ് നല്ല സ്മോക്ക് കവർ ഉണ്ടാക്കി അവര് പോകുന്നു കേട്ടോ. നല്ലൊരു സ്മോക്ക്, നല്ലൊരു ആ ഒരു സ്മോക്ക് വെച്ച് നല്ലൊരു ഇത് കണ്ടോ. അവർ നല്ല ആംഗിൾ കട്ട് ചെയ്ത് പോയിട്ടുണ്ട്. പക്ഷെ ഈ ഒരു സൈഡിൽ മാത്രം അവിടെ റിഡ്ജ് ഉണ്ട്. അവർക്ക് ആ റിഡ്ജിലേക്ക് എത്തുക എന്നുള്ളതാണ് അതിരടി യൂണിറ്റിന്റെ ടാർഗറ്റ് എന്ന് പറയണത്. സോ അവർ അതുവഴി അതേ കൂടെ റൈറ്റ് പിടിച്ച് അങ്ങനെ അങ്ങ് പോകാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. പക്ഷെ ഇനി ഓപ്പണിൽ ക്രോസ് ചെയ്താൽ ചിലപ്പോൾ അടി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. സ്റ്റിൽ DX ഇൻസൈഡ് ദ സോൺ. അവർ സോണിനകത്ത് തന്നെയാണ്. DX-ഉം ഗേറ്റ് കീപ്പ് ചെയ്യാനുള്ള പരിപാടിയാണ്. ATU-വിനെ, അതിരടി യൂണിറ്റിനെ DX ഗേറ്റ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. സോൺ അത് TV അമ്പത്തൂർ സിംഗ് അവിടെ ഒരു നോക്ക് ഫിനിഷ് എടുത്തിരിക്കുന്നു. ആ കില്ലു അടുത്തൊരു നോക്ക് ഇട്ടിരിക്കുന്നു. കില്ലു TV വേഴ്സസ് SMB അവിടെ വാറ്റ് ഗോഗു അടുത്തൊരു നോക്ക് ഇട്ടിരിക്കുന്നു. വാറ്റ് ഗോഗുന്റെ ഒരു ഉഗ്രൻ നോക്ക്. കോച്ച് അവിടെ അടുത്തൊരു കില്ലോട് സെക്യൂർ ചെയ്യുന്നു. ജൂഡ് അവിടെ വീഴുന്നു. SMB വാറ്റ് ഗോഗുന്റെ അടുത്തൊരു നോക്ക്. വാറ്റ് ഗോഗുന്റെ കംബാക്ക് ആണോ? വാറ്റ് ഗോഗു അടുത്തൊരു കില്ല് സെക്യൂർ ചെയ്തിരിക്കുന്നു. വാറ്റ് ഗോഗു TVA വള്ളി ടീം വാറ്റ് ഗോഗുന്റെ വക 2 കില്ല്. മാമൻ സബ്ബായി വന്നു. വാറ്റ് ഗോഗുന്റെ അടുത്ത നോക്ക്. 3ാമത്തെ നോക്ക് വാറ്റ് ഗോഗുന്. 4ാമത്തെ നോക്ക് വാറ്റ് ഗോഗുന്റെ ദൈവക്കളി. മാമന്റെ അടുത്തൊരു നോക്ക്. അമ്പത്തൂരിന്റെ അടുത്തൊരു നോക്ക്. ലോലന്റെ അടുത്തൊരു നോക്ക്. TVX ലോലൻ. അമ്പത്തൂർ അത് ഫിനിഷ് ഓഫ് വിടുന്നു. ലോലൻ അത് ഫിനിഷ് ആക്കി വിടുന്നു. വാറ്റ് ഗോഗു ഡീമൻ ഫിനിഷിംഗ് ഓഫ് വാറ്റ് ഗോഗു. എന്തൊരു അടി അടിച്ച് ഗോകുനെ വിളിച്ച് PC ഒക്കെയാണ്. അവന് PC ഒക്കെയാണ്. അവ വർഷങ്ങളായി കളിച്ചിട്ട്. ഞാൻ റെഡി. അപ്പൊ അവിടെ ഇതൊന്നും ശരിയല്ല. ഇതൊന്നും നടക്കത്തില്ല. ഇത് ഇങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്ത ഇനി എന്തൊക്കെ താളം കേൾക്കണം. PC ചെക്ക് വേണം. TV എടുത്തോണ്ട് അടുത്തൊരു സ്കോർ പുഷ് ചെയ്ത് വരുന്നു. MYA പക്ഷെ ആ ഒരു ഫൈറ്റ് എടുക്കാതെ അവർ താഴോട്ട് പോകാനാണ് പ്ലാൻ തോന്നുന്നു. TVക്ക് ഒരു കാഷ്വാലിറ്റി പോലും ഇല്ലാതെ ഒരു ഫുൾ സ്ക്വാഡിനെ വൈപ്പ് ചെയ്തിരിക്കുന്നു. വാറ്റ് ഗോഗു. ഞാൻ ഒരു 10,000 രൂപ പെറ്റ് വെച്ചായിരുന്നു, അതും പോയി കേട്ടാ. 1v3 ഞങ്ങളെ അടിച്ചാൽ ഞാൻ 10,000 രൂപ വരാന്ന് പറഞ്ഞായിരുന്നു കേട്ടോ, അത് പോയി. ടൂർണമെന്റ് എക്സ്പെൻസ് കൂടി വരുന്നേ സ്പോൺസറിന്. നമുക്ക് പറയാം കൂട്ടത്തോടെ അടിച്ചത് പറയാൻ നമുക്ക് ഒഴിവാക്കാത്. എക്സ്പെൻസ് ഉണ്ടെങ്കിൽ പരസ്യം ഉണ്ടല്ലോ. പരസ്യം മാത്രമേ ഉള്ളൂ ഇപ്പോ. ആൻഡ് വാറ്റ് ഗോഗു അടക്കുന്ന വള്ളി ടീംസ് അവിടെ ഒരു നല്ലൊരു സ്കോഡ് വൈപ്പെടുത്തിരിക്കുന്നു. 9 ഒരു ടീമിന് ആദ്യത്തെ ടീമാണ് വൈപ്പ് ആവുന്നത്. അതെ, ATU വേഴ്സസ് DX അവിടെ ഒരു ഫൈറ്റ് ആവുന്നു. ഒരു ടീമാണ് ഇതുവരെ നമ്മുടെ ഈ ഒരു ഇതിനകത്തുനിന്ന് എലിമിനേറ്റ് ആയിട്ടുള്ളത്. ഒറ്റ ടീം മാത്രമാണ്. ബാക്കി എല്ലാ ടീമുകളും വിലവായിട്ടിരിക്കുകയാണ്. 9 ടീം 73 പേര് വിലവ്. DX വേഴ്സസ് ATU. DX അല്ലെങ്കിൽ ATU ഏതെങ്കിലും ഒരു ടീമിനെ ഇവിടെ ഇപ്പൊ എലിമിനേറ്റ് ആക്കാൻ പറ്റുള്ള കാര്യം നമുക്ക് നോക്കാം. DX എൻറ്ററിംഗ് ദ സോൺ. DX സോൺ എൻ്റർ ആയിട്ടുണ്ട്. പക്ഷെ DX ATUവിനെ ഗേറ്റ് കീപ്പ് ചെയ്തുകൊണ്ടിരുന്ന DX എങ്ങനെ ATU അകത്ത് കയറിയിട്ട് DX-നെ ഗേറ്റ് കീപ്പ് ചെയ്യുന്നു എന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അത് എന്തൊരു റൊട്ടേഷൻ ആയിരുന്നു എന്നുള്ളതൊക്കെ. എന്നാലും വർഷങ്ങൾക്ക് ശേഷം കളിക്കാൻ വന്ന മാമൻ വരെ പിക്ക് എടുത്തിട്ടുണ്ട്. നോക്കുകയാണെങ്കിൽ DX ഒറ്റയ്ക്ക് പെയിൻ ധൈര്യത്തോടു കൂടി വേറെ ഒരു അടി മൈൻഡ് ചെയ്യാതെ ഒരുത്തിനെ മാത്രം അടിക്കാൻ പോകുന്നു. പക്ഷേ പെയിന് നല്ല അടി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. കിണ്ണൻ അടി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ATU കിണ്ണന്റെ കയ്യിൽ നിന്ന് പെയിൻ അടി കിട്ടുന്നു. DX പുഷ് ചെയ്ത് വരുന്നു. DX വേഴ്സസ് ATU അതിരടി യൂണിറ്റ് വേഴ്സസ് DX. വേഴ്സസ് ATU. പ്ലേയേഴ്സ് എല്ലാവരും സ്പ്ലിറ്റ് ആയിട്ടാണ് കളിച്ചോണ്ടിരിക്കുന്നത്. DX അവിടെ റൊട്ടേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ATU അവിടെ റൊട്ടേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. 2 ടീമോ. ATU ആദ്യത്തെ DX പെയിനെ എടുക്കുന്നു. ATU ആദ്യത്തെ നോക്കിടുന്നു. പെയിനെ അവിടെ ഫിനിഷ് ഓഫ് ആക്കുന്നു. പെയിൻ അവിടെ ഫിനിഷ് ഓഫ് ആയില്ല. ഓക്കെ, ഫിനിഷ് ആയിട്ടില്ല. നോക്കായി കിടക്കുവാണ് സ്റ്റിൽ പെയിൻ. ATU അതിന്റെ തൊട്ട് മുകളിലെത്തി. അവൻ ചാടിയത് 50 പേരുടെ നടുക്കോട്ടായി പോയി. പെരുന്നാളടി. അവിടെ DX-ലെ ഹെർമസിന് നോക്കാക്കാനുള്ള അവിടെ ഒരു നോക്ക്, നല്ലൊരു നോക്ക് ഹെർമസ്.
തെർമസിന്റെ പക്കം നല്ലൊരു നോക്ക്. തെർമസിനെ തിരിച്ച് നോക്കുന്നു. ATU DX അവിടെ ഒരു DX0 അവിടെ ഒരു നോക്കിടുന്നു. ഓ അടുത്തൊരു നോക്കിടുന്നു DX. ATU ഒരു പ്ലെയർ അമർനാഥ് താഴെ വീഴുന്നു. ബാബ കല്യാണി വന്ന് അടുത്തൊരു പ്ലെയറിനോട് നോക്കിടുന്നു. DX0. DX-ല് 4-5 പ്ലേയേഴ്സ് ബാക്കിയുണ്ട്. ATU-ല് 3-2 പ്ലേയേഴ്സ് മാത്രമേ ബാക്കിയുള്ളൂ. അമർനാഥിനെ ബാബ കല്യാണി വേഴ്സസ് അമർനാഥ് 1v1. ഓക്കെ, അവർ 2 പേര് വന്നിട്ടുണ്ട്. DX ക്രിസ് വേഴ്സസ് ബാബ കല്യാണി 3 പേര്. ഓ നൈസ് അമർനാഥ്, നൈസ്. ഒരു നല്ലൊരു പിക്ക് എടുത്തു. 3 പേര് നിന്നിട്ട് പോലും അമർനാഥിനെ പിടിച്ചു വന്നു. അവസാനത്തെ മാൻ ബീസ്റ്റ് കോഡ് മാത്രം ബാക്കി. ATU ബീസ്റ്റ് കോഡ്. ഇവിടെ പ്ലേയേഴ്സ് ഉണ്ടല്ലേ? ഓ ഇവിടെ 2 ATU-ന്റെ പ്ലേയേഴ്സ് ഉണ്ട്. അവർ ഷഫിൾഡ് ആയിരുന്നു. DX-ലെ 2 പ്ലേയേഴ്സിനെ ഇവിടെ നോക്കാക്കി ഫിനിഷ് ഓഫ് ആക്കി കളയാനുള്ള ചാൻസസ് എല്ലാം ഉണ്ട്. അവർ ഫിനിഷ് ഓഫ് ആയി. ATU-ലെ 2 പ്ലേയേഴ്സ് മാത്രം ബാക്കി. DX-ല് 4 പ്ലേയേഴ്സ് ബാക്കിയുണ്ട്. DX-ലെ പ്ലേയേഴ്സ് അവിടെ റിവൈവ് ആയി. DX-ല് 1 2 3 4 പ്ലേയേഴ്സ് ബാക്കിയുണ്ട്. DX വേഴ്സസ് ATU. സ്റ്റിൽ 9 ടീംസ്. ATU 3 പേരും DX-ൽ 5 പേരുമാണ് ബാക്കിയുള്ളത്. 4 പേരാണോ? 4 അത് ഒരാളെ സ്പെക്ക അല്ലേ? 5 പേര്. 5 വേഴ്സസ് 3 എന്നുള്ള സിറ്റുവേഷനിലായി. ATU വേഴ്സസ് DX. Still 9 teams and 63 alive. ATU versus വീണ്ടും അവിടെ ഹോൾഡ് തുടങ്ങിയിരിക്കുന്നു. കാരണം 2 ടീമിലും പ്ലെയർ ഡിസഡ്വാൻറ്റേജസ് ഉള്ളതുകൊണ്ട് അവിടെ വീണ്ടും അവർ തമ്മിലുള്ള ഫൈറ്റ് ഹോൾഡ് ആയിരിക്കുന്നു. അവർ അഗ്രഷൻ കാണിച്ച് പുഷ് ചെയ്യുന്നില്ല DX. കാരണം അവർക്ക് പ്രോപ്പർ ഇൻഫോ എത്ര പേരുണ്ടെന്നുള്ള കാര്യത്തിലല്ല. എന്നാലും DX ഇല്ല, ഒരുമിച്ച് പുഷ് ചെയ്യാന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആണെന്ന് തോന്നുന്നു. DX ഓക്കെ ഒരുമിച്ച് പുഷ് ചെയ്യാനുള്ള മൈൻഡ് സെറ്റ് ആണ്. 5 പേര് ഒരുമിച്ച് ATU-നെ പുഷ് ചെയ്യുന്നു. അവിടുന്ന് ഫോൾ ബാക്ക് ആയിട്ടുണ്ട്. ATU അവിടുന്ന് ഫോൾ ബാക്ക് ആവാനുള്ള ശ്രമം, ഓടി രക്ഷപ്പെടാനുള്ള ശ്രമം. DX സ്പോട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടു, അടി തുടങ്ങി. ATU ബീസ് ഗോഡ് തിരിച്ചു പോകുന്നു. ഡൂഡ് ATS ഡൂഡ് അത്യാവശ്യം നല്ല ടാഗ് കിട്ടുന്നു. ഒരു 3vs. ഓ അവിടുന്ന് വേറെ അടി വരുന്നല്ലോ. ഫ്രണ്ടിൽ നിന്ന് വേറെ ടീം എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ ഒരു ഫൈറ്റ് എടുക്കണം. ഓ കില്ലോ അവിടെ ATU കിണ്ണനെ എടുത്തിരിക്കുന്നു. കില്ലോ. DX അവിടെ കില്ലോ അതിന്റെ ഇടയ്ക്കൂടെ ഒരു കില്ല് സെക്യൂർ ചെയ്തിട്ടുണ്ട്. TVX വള്ളി ടീംസ് അത്രയും ദൂരത്തുനിന്ന് ഒരു കില്ല് സെക്യൂർ ചെയ്തു കോച്ച്. ടോക്കിയോ. സോ വള്ളി ടീംസ് ഒരു കില്ലും കൂടെ സെക്യൂർ ചെയ്യുന്നു. ആൻഡ് ടോക്കിയോ വേഴ്സസ് MYA ആണോ? ടോക്കിയോ വേഴ്സസ് ഇസഡം ആണ്. പക്ഷേ ഇസഡം ആ ഫൈറ്റ് കമ്മിറ്റ് ചെയ്യാതെ അവരുടെ ലെഫ്റ്റ് സൈഡ് റൊട്ടേറ്റ് ചെയ്ത് സോണിനകത്തോട്ട് കടക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത്രയും ദൂരത്തുനിന്ന് അടിക്കാനുള്ളൊരു ഇത് എന്തായാലും ടോക്കിയോക്ക് എത്രയും ദൂരത്തുനിന്ന് ആ ഗണ്ണ് വെച്ച് അടിക്കാൻ പറ്റത്തില്ലെന്നാണ് തോന്നുന്നത്. സോ അവർ സോണിലേക്ക് റൊട്ടേറ്റ് ചെയ്യാനുള്ള ശ്രമമാണ്. CID ഒക്കെ നല്ല ഡിസിപ്ലിനോടുകൂടെ കളിക്കുന്നത് നമുക്ക് കാണാം. ടോക്കിയോ ചിലപ്പം നേരെ കയറി ചെല്ലാൻ പോകുന്നത് CIDയുടെ അടുത്തോട്ടാണ്. അതെ, CIDയുടെ അടുത്തോട്ടാണ് ടോക്കിയോ കയറി ചെല്ലാൻ പോകുന്നത്. ആക്ച്വലി CID ഇപ്പോൾ TVയുടെയും ടോക്കിയോയുടെയും ഇടയ്ക്ക് പെട്ടിരിക്കുകയാണ്. CID ഇപ്പുറത്തെ സൈഡിൽ TVയും അപ്പുറത്തെ സൈഡിൽ ടോക്കിയോയും അതിന്റെ നടുക്ക് CIDയുമാണ് കറന്റ്ലി ഇപ്പൊ നമുക്ക് വന്നിട്ടുള്ളത്. ആൻഡ് TVയുടെ തൊട്ട് ഫ്രണ്ടില് ഇവരുമുണ്ട്. DX-ലെ 4 DX പക്ഷേ ബ്രിഡ്ജിന്റെ താഴോട്ട് റൊട്ടേറ്റ് ചെയ്ത് അവർക്ക് അവിടെ ഓൾറെഡി ടീം ഉണ്ടെന്ന് മനസ്സിലായി. കാരണം ഒരു കില്ല് അവിടെ സ്റ്റീലായി പോയത് അവർ മേ ബി കിൽ ഫീൽഡിൽ കണ്ടിട്ടുണ്ടാവും. നല്ല റൊട്ടേഷൻ. പൂച്ചയുടെ എന്തെങ്കിലും ഒരു അപ്ഡേഷൻ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സുഹൃത്തുക്കൾ എനിക്ക് വേണ്ടി പല സ്ഥലത്തുനിന്നും മെസ്സേജുകൾ അയച്ചുകൊണ്ടിരിക്കുന്നു. പൂച്ച വളരെ സേഫ് ആയിട്ട് മേളിൽ തന്നെ ഉണ്ട്. പൂച്ചയുടെയും ബിബുയുടെയും യാതൊരുവിധ അനക്കവും അവിടെ ഇല്ല. പൂച്ച വളരെ സേഫാണ്, വളരെ സേഫ് ആയിട്ടിരിക്കുന്നു. TV ഫുൾ അലൈവാണ് ബ്രോ. TV ഫുൾ അലൈവാണ്. 10 പേര് അലൈവാണ്. ജൂഡ് ഫിനിഷ് ആയോ എന്നൊരു ഡൗട്ട് ഉണ്ട് എനിക്ക്. ജൂഡിനെ ഫിനിഷ് ആക്കിയായിരുന്നോ? ഇല്ല നോക്കായിരുന്നല്ലേ. ഓക്കെ. OG ജഡമിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ബട്ട് അവർ ആ ഒരു ട്രിഗർ ഡിസിപ്ലിൻ പാലിച്ച് അവരവിടെ വെയിറ്റ് ചെയ്യുകയാണ്. അവർ മേ ബി ഒരു 3rd കൺസിക്യൂട്ടീവ് #1 വേണ്ടി ട്രൈ ചെയ്യായിരിക്കാം. അത് മാത്രമല്ല അവർക്ക് ഒരു നല്ല പൊസിഷൻ പോയിന്റ് ആണ് ഇനി അവർക്ക് വേണ്ടത്. കിൽ പോയിന്റിന്റെ ആവശ്യം അവർക്കില്ല. നല്ലൊരു പൊസിഷൻ പോയിന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. പക്ഷെ OG അടിച്ചു. പൊസിഷൻ പോയിന്റ് ഒരു കുന്തവും വേണ്ട, ഞങ്ങൾക്ക് അടിച്ചെടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടാണ് അടിച്ചത്. ഒരുത്തും തലയിൽ താഴെ വീട് ചത്തു. ചാക്കോച്ചി ചത്തു. എന്തൊക്കെ പേരിട്ട് ആരെക്കാട്ടിൽ ചാക്കോച്ചി താഴെ വീട്. ടോക്കിയോ ടീം കില്ല് ചെയ്തിട്ടുണ്ട്. ടോക്കിയോ വേഴ്സസ് ഇസഡം നടക്കുന്നു. തീ കത്തിക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. ആനക്കാട്ടിൽ ചാക്കോച്ചി ഡൗൺ ആയിട്ടുണ്ട്. OG നല്ല രീതിയിൽ നല്ല രീതിയിൽ അടിക്കുന്നുണ്ട്. ഇസഡം ഇവിടെ ഒരു CPR കൊടുക്കുന്നത് കാണാം നമുക്ക്.
ഓ ഇതടോ ടോക്കിയോ ചാൻലി നല്ലൊരു പിക്ക് അവിടെ, നല്ലൊരു 1v1. മേളിൽ നിന്ന് ആ കില്ല് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. ഓജി ആ കില്ല് കൊണ്ടുപോയിട്ടുണ്ട്. ഓജി ആ കില്ല് ഫിനിഷ് ചെയ്യുന്നു. സ്റ്റാൻലിക്ക് മേളിൽ നിന്ന് നല്ല അടി കിട്ടുന്നുണ്ട്. ഓ ഇവിടെ ഒരു കൂട്ട റിവൈവൽ നടക്കുന്നു. CPR കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. ഓ റിവൈവ് ആയിട്ടുണ്ട് ടോക്കിയോ. സ്റ്റിൽ 8 ടീമുണ്ട്. ഓ DX അവിടെ കയറി വന്നു. ടോക്കിയോ എടുത്തു. DX ബാബ കല്യാണി അവിടെ നോക്കിട്ടിരിക്കുന്നു. ഓ DX പെയിൻ ഒരു നോക്കിട്ടിരിക്കുന്നു. DX പെയിൻ അത് ഫിനിഷ് ചെയ്യുന്നു. ബാബ കല്യാണി കില്ല് ഫിനിഷ് ചെയ്യുന്നു. ടോക്കിയോയിൽ ഇനി 3 പേര് മാത്രം ബാക്കി. ഇല്ല മൂന്നല്ലേ ആളുണ്ടല്ലേ ടോക്കിയോയില്? ടോക്കിയോയിൽ ആളുണ്ട്. അടുത്തൊരു എന്റെ അമ്മ ബാബ കല്യാണി, DX ബാബ കല്യാണി ഒന്ന് 2 പേരും അടിച്ച് മൂന്നാമത്തെ. ഓ അത് ഫിനിഷ് ചെയ്യാൻ പോയതാണ് ബാബ കല്യാണി, പക്ഷെ അത് ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല. അവിടെ റിവൈവലിനുള്ള എല്ലാ സാധ്യതയുണ്ട്. ബാബ കല്യാണി അടിച്ച് ഫിനിഷ് ചെയ്യുന്നു. അവിടെ റിവൈവൽ നടന്നു, പക്ഷെ ആ സമയത്ത് DX കൂടുതലുള്ള ടീംമേറ്റ്സ് കുറച്ച് ദൂരത്തായി പോയി. അവർ ഒരുമിച്ചായിരുന്നെങ്കിൽ നല്ലൊരു പുഷായിരുന്നേനെ. അത് നല്ലൊരു പുഷായിരുന്നേനെ. 2 പേരെയായിരുന്നു അവിടെ നോക്കിയിട്ടത് ബാബ കല്യാണിയുടെ സൈഡിൽ നിന്ന് നല്ലൊരു അടി. ആൻഡ് സ്റ്റിൽ 8 teams and 46 players alive. ടോക്കിയോ 5 players. 5 പേരും DX 4 പേരും ആണെന്ന് തോന്നുന്നു. അതെ DX 4 പേരും ടോക്കിയോ 5 പേരുമാണ്. ഓ MIA പരേഡ് പോലെ വരിയായിട്ട് വരുന്നു. അപ്പോ 2 പേരുടെ കൂട്ടുമുട്ടി ടീ വന്നു. DX 4 പേര് കണ്ടില്ല എന്ന് തോന്നുന്നു. DX-നെ കണ്ടില്ലായിരുന്നു. പക്ഷെ നല്ല പെരുന്നാളടി കിട്ടുന്നു MIA-ക്ക്. MIA ഫൈറ്റ് എടുക്കാൻ നിൽക്കുന്നില്ല. ഫ്രണ്ടില് BM ഉണ്ടായിരുന്നു. MIA DX പെയിനെ അവിടെ നോക്കാക്കുന്നു. പെയിൻ അവിടെ നോക്കായി. MIA-ക്ക് ഒരു ബാക്കപ്പ്, ഈ എഡിക്ക് ഒരു ബാക്കപ്പ് കൊടുക്കാനോ, എഡിക്ക് ബാക്കപ്പ് കൊടുക്കാൻ പറ്റിയില്ല. എഡി അവിടെ DX-ലെ ക്രിസ്തു ഫിനിഷ് ചെയ്യുന്നു. മെമ്പർ കൗണ്ട് കുറവാണെങ്കിൽ DX-ന്റെ സൈഡിൽ നിന്ന് നല്ലൊരു പെർഫോമൻസ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. DX പെയിനെ അവിടെ റിവൈവ് ചെയ്യാനുള്ള യാതൊരു വഴി ഉണ്ടാവും തോന്നുന്നില്ല. അവർ റൈറ്റ് ആംഗിൾ പുഷ് ചെയ്ത് വരുവാണ്. DX ആ ഒരു കില്ല് എഡി അവിടെ കൺഫേം ചെയ്തിട്ടുണ്ട്. ആ ഒരു കില്ല് ഒരു 3 vs 8 ആണെന്ന് തോന്നുന്നു. ആൻഡ് അവിടെ ഓജി അവിടെ ടോക്കിയോയിൽ ഒരു പ്ലെയറിനെ നോക്കാക്കുന്നു. ഓജി അവിടെ പുഷ് ചെയ്യുന്നു. ടോക്കിയോ അവിടെ ഓജിയെ പുഷ് ചെയ്യുന്നു. DX-ലെ 2 players മാത്രം ബാക്കി. MIA ലാസ്റ്റ് ഒരു പ്ലെയർ മാത്രം ബാക്കി. ആൻഡ് DX അവിടെ വൈപ്പ് ഓഫ് ആക്കുന്നു. MIA അവിടെ വൈപ്പ് ഓഫ് ആക്കുന്നു. ആൻഡ് ടോക്കിയോ വേഴ്സസ് ഓജിയിലെ 2 പ്ലെയർ മാത്രം ബാക്കിയുള്ളൂ തോന്നുന്നു. ഓജിയിലെ 2 or 3 players മാത്രമേ ബാക്കിയുള്ളൂ. ഓജി അടുത്തൊരു നോക്കിടുന്നു. 2 players മാത്രം ബാക്കി. സോൺ ഔട്ട് ആയിട്ടുണ്ട്. ഓജിയിൽ ഒരു പ്ലെയർ ഇപ്പൊ സോൺ ഔട്ടിൽ മരിക്കുന്നതായിരിക്കും. സോൺ ഔട്ട് ആയി. സോണിലേക്ക് പോകണം OG BMW-ന്. ടോക്കിയോയുടെ ഒരു പ്ലെയറിനെ കൂടെ ഓജി അവിടെ കില്ല് കൺഫേം ചെയ്യുന്നുണ്ട്. ഓ ആ ഒരു കില്ല് എടുക്കാൻ പറ്റില്ല. ഓജിയുടെ ഒരു പ്ലെയറിനെ കൂടെ നോക്കാക്കുന്നു. ലാസ്റ്റ് പ്ലെയർ മാത്രം ബാക്കി. ഓജിയുടെ പ്ലെയർ ലാസ്റ്റ് അല്ല 2 players ഉണ്ടല്ലേ? 2 പേരുണ്ട്. 2 പേര് ഓജി 2 players സോണിലോട്ട് കയറിയിട്ടുണ്ട്. സോൺ ഔട്ടിൽ നിന്ന് വരുന്നവരെ ഗേറ്റ് കീപ്പ് ചെയ്തിരിക്കുകയാണ് ടോക്കിയോ. 15 സെക്കൻഡിൽ നമ്മുടെ സോൺ ക്ലോസ് ആവും. 15 സെക്കൻഡിൽ ടോക്കിയോയിൽ 3 players മാത്രം ബാക്കി. ഓജിയിൽ 2 പേരും. MIA സോണിൽ കയറിയോ? MIA പുഷിങ് ഓജിയിലെ 2 players മാത്രം ബാക്കി. ഒരാളെ കണ്ടില്ല. ബാക്കില് ഒരാളെ കണ്ടില്ല. ഓജിയിലെ ഹനുമാൻ ഒരു നോക്ക് കിട്ടുന്നു അവിടെ. ലാസ്റ്റ് മാൻ ഓജിയിലെ ഒരു പ്ലെയർ മാത്രം ബാക്കി. ഒരു പ്ലെയർ കൂടെ ഉള്ളു ഓജിയിലെ. അവനാണ് എല്ലാവരുടെയും അകത്തോട് ഓടിക്കളിക്കുന്നു. ആ കില്ല് ഫിനിഷ് ചെയ്തിട്ടാണ് അവൻ ചത്തത്. ഒരു പോയിന്റ് കൂടെ സ്വന്തം ടീമിന് വേണ്ടി സെക്യൂർ ചെയ്ത് കൊടുത്തിട്ടാണ് പോയത്. ടോക്കിയോ എൻറ്ററിങ്. ആൻഡ് ഇവിടെ നോക്കുകയാണെങ്കിൽ CID സോണിലോട്ട് എൻ്റർ ചെയ്യുന്നുണ്ട്. CID ആൻഡ് TVA ഇവിടെ നിന്ന് എൻ്റർ. TVA ഭയങ്കര ഓപ്പണിലാണ്. TVക്ക് കവർ ഒന്നുമില്ല. ടോക്കിയോ ഈ സൈഡിൽ നിൽപ്പുണ്ട്. സോണിലേക്ക് എൻ്റർ ചെയ്യണം. TVA vs ടോക്കിയോ ആവാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. TVA vs ടോക്കിയോ ആവാനുള്ള ചാൻസ് TVയുടെ തൊട്ട് ഫ്രണ്ടിൽ ടോക്കിയോ ഉണ്ട്. നല്ലൊരു പെർഫോമൻസ് ആണ് നമ്മൾ ഓജിയുടെ സൈഡിൽ നിന്ന് കണ്ടത്. നല്ലൊരു പെർഫോമൻസ് പറയാതിരിക്കാൻ വയ്യ. ത്രൂ ഔട്ട് ദ ടൂർണമെന്റിലെ ആദ്യത്തെ ദിവസം 3 മാച്ച് ജൂഡിനെ കണ്ടവിടെ. ജൂഡിന് നല്ല ടാഗ് കൊടുക്കുന്നു. ടോക്കിയോയുടെ മെമ്പേഴ്സ് അവിടെ ജൂഡ് തിരിച്ചു പോകുന്നു. അവർ അഗ്രസീവായിട്ട് അവർ കൗണ്ട് അറിയാത്തത് കൊണ്ട് ഫൈറ്റ് എടുക്കണോ വേണ്ട എന്നുള്ള ഒരു ടെൻഷനിലായിരിക്കും. ആൻഡ് കില്ലോ അവിടുന്ന് നല്ല ടാഗ് കൊടുക്കുന്നുണ്ട്. TVA ട്രൈങ് ടു ഗെറ്റ് ഇൻസൈഡ് ദ സോൺ. പക്ഷെ അവർ ഓൾറെഡി ബിൽഡിങ്ങിന് മടക്കി. MIA അവിടെ എത്തിയിട്ടുണ്ട്. MIA vs ടോക്കിയോ vs TVA. ബിൽഡിങ്ങിന് മടക്കി ആരാ? CID. നല്ലൊരു പൊസിഷനിൽ CID കയറി. പറയാതിരിക്കാൻ വയ്യ. അടിപൊളി കളി ഫ്രം CID.
ടോക്കിയോ ഇവിടെ ഡീമൻ ഇവിടെ ഒറ്റയ്ക്കായിട്ടുണ്ട്. ഡീമൻ ഇവിടെ ഒറ്റയ്ക്കായിട്ടുണ്ട്. അവിടെ ടോക്കിയോ വാറ്റ് പോകോടെ ഡൗൺ ആയി, നോക്കായി. വാറ്റ് പോകുന്ന അവിടെ ഡീമൻ അവിടെ തിരിച്ചു നോക്കിട്ടു. ലോലൻ അവിടെ നോക്കിട്ടു. ആൻഡ് സോൺ വന്നു. ഒന്നും ചെയ്യാനില്ല ഇനി. സോൺ വന്നു. സോൺ നോക്കി കളിക്കണമായിരുന്നു. സോൺ TVAക്ക് നല്ല പണി കൊടുക്കാനുള്ള ചാൻസസ് ഉണ്ട്. TVAക്ക് അകത്തോട്ട് MYA അകത്തോട്ട് വരുന്നു. MYA ഡൂഡ് ഡീമൻ ബോബോയ് ഡീമൻ. ഹലോ എന്റെ അമ്മോ, MYA അവിടെ അടിച്ച് വൈപ്പാക്കിയിരിക്കുന്നു TVA. TVA ഓപ്പണിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നും ചെയ്യാനില്ല. ആൻഡ് അപ്പുകുട്ടൻ അവിടെ CID അപ്പുകുട്ടൻ അവിടെ നോക്ക് ഫിനിഷ് ആയി. അവർക്ക് ഒന്നും ചെയ്യാനില്ല. ഓപ്പണിൽ ചാവുക എന്നുള്ളൊരു ഓപ്ഷൻ അല്ലാതെ വേറെ ഒന്നും അവർക്ക് ചെയ്യാനില്ല. സോണിലേക്ക് കുറച്ചുകൂടെ നേരത്തെ എൻ്റർ ചെയ്യേണ്ടതായിരുന്നു. സോണിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റിയില്ല. നല്ലൊരു ഡീമൻ അവിടെ നോക്കായി. കില്ലോ അവിടെ നോക്കായി. CID പ്രിൻസസ് ആണ് 2 നോക്ക് അവിടെ എടുത്തിരിക്കുന്നത്. 2 പേര് മാത്രം ബാക്കി. 4 ടീം സ്റ്റിൽ അലൈവാണ്. പൊസിഷൻ പോയിന്റ്സ് എങ്കിലും എടുത്തു കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് TVA കളിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. CIDയുടെ നല്ലൊരു കംബാക്ക് എന്ന് പറയണം. നല്ല രീതിയിൽ സോൺ കയറി അവര് ഇതാക്കി. ഇസഡമ്മിലെ പാച്ചുമോൻ ഇവിടെ ഒളിച്ചിരിപ്പുണ്ട്, പാത്തിരിപ്പുണ്ട്. പാച്ചുമോന്റെ മുമ്പിലോട്ടാണ് അമ്പത്തൂർ സിംഗർ ചെന്നത്. അമ്പത്തൂരിനെ അടിക്കുന്നു. ബോബോയുടെ കയ്യിൽ കണ്ണില്ല. ബോബോയുടെ കയ്യിൽ കണ്ണ് വന്നിട്ടില്ല. ഓ അവിടെ എന്താണ് നടക്കുന്നത്? ഓ സ്വന്തം ടീമിനെ അടിച്ചിട്ടു പാച്ചുമോൻ നിന്ന് 2 അമ്പത്തൂർ സിംഗം ഒരു 1v1 എടുത്തിരിക്കുകയാണ്. അമ്പത്തൂർ എടുത്തിരിക്കുന്നു. ആൻഡ് BMന്റെ നല്ലൊരു BM ആ 2 പേരെ വെച്ച് #3 എത്തിയിരിക്കുന്നു. ലാസ്റ്റ് ആൻഡ് ഫൈനൽ സോൺ ആണ്. ആൻഡ് BM vs CID നടക്കുന്നു. #2 എത്താനുള്ള ചാൻസ് ഉണ്ടോ? CID അവിടെ BMനെ അടിച്ചു. ഓ പൂച്ച അവിടെ CID പ്രിൻസസിനെ അടിച്ചുറക്കിയിരിക്കുന്നു. താഴെ ചാടിയ CID പ്രിൻസസിനെ പൂച്ച അടിച്ചിരിക്കുന്നു. ആൻഡ് 2 പേര് മാത്രം ബാക്കി. 3 ടീമും 12 പേരുമാണ് അലൈവ് ആയിട്ടുള്ളത്. 3 ടീമും. അതിൽ CIDക്കാണ് മാൻ അഡ്വാൻറ്റേജ്. 1 2 3 4 5 6 7 8 CID 9 പേര്, TVA 2 പേര്, BM ഒരാള്. നല്ല ടാഗ് കിട്ടുന്നുണ്ട് ബോബോയ്ക്ക്. ബോബോയുടെ കയ്യിൽ ഹീലബിൾസ് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. ഓക്കെ ബോബോയ് ആൻഡ് വൈബ്ഡ് #3 ആയിരിക്കുന്നു TVA. അവര് സോൺ ഔട്ട് ആണ്, കില്ല് കൊടുത്തില്ല. #3 ആയിരിക്കുന്നു TVA. BMന്റെ അത്രയും മാൻ ഡിസഡ്വാൻറ്റേജില് അവര് 2 പേര് നിന്ന് #2 എടുത്തു കൊടുത്തിരിക്കുന്നു. ഓ പൂച്ചയുടെ അടുത്തൊരു നോക്ക്. ഓ CID getting #1 with 5 kill. 5 കില്ലോട് കൂടിയാണ് CID #1 എടുത്തിരിക്കുന്നത്. സോ ഫൈനൽ മാച്ച് ഇവിടെ തീരുന്നു. നമുക്ക് പോയിന്റ് ടേബിൾ ഒന്നുകൂടെ നോക്കുകയാണെങ്കിൽ TVA വിത്ത് 18 കിൽ ആൻഡ് 23 പോയിന്റ് സെക്യൂർ ചെയ്തിട്ടുണ്ട്. TVA ആണ് #1 വന്നിരിക്കുന്നത്. പോയിന്റിൽ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് TVA ആണ്. 18 കില്ലും അതുപോലെ തന്നെ 5 പ്ലേസ്മെന്റ് പോയിന്റും ആയിട്ട് 23 പോയിന്റ്സ് ആയിട്ട് #3 എത്തിയിട്ടുണ്ട് TVA. CID നോക്കുകയാണെങ്കിൽ 5 കില്ലോട് കൂടി 15 പോയിന്റ്സ് സെക്യൂർ ചെയ്തിട്ടുണ്ട്. ആൻഡ് BM നോക്കുകയാണെങ്കിൽ 6 കില്ലോട് കൂടി 12 പോയിന്റ് സെക്യൂർ ചെയ്ത് 2ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. ആൻഡ് ടോക്കിയോ നോക്കുകയാണെങ്കിൽ 6ാം സ്ഥാനത്താണ് 8 കില്ല്. അതുപോലെ MYA 5ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് 4 കില്ലായിട്ട്. ഇസഡം നോക്കുകയാണെങ്കിൽ 4ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് 1 കില്ലായിട്ട്. അതുപോലെ OG 1 കില്ലായിട്ട് 7ാം സ്ഥാനത്തിട്ടുണ്ട്. അത് കില്ല് ബഗ് ഉണ്ടാവും ബഗ്ഗും അത് നോക്കണം. അതുകൊണ്ട് നമുക്ക് വായിച്ചിട്ട് കാര്യമില്ല. സോ അപ്പം ഇതാണ് കറന്റ്ലി ഉള്ള Day 1 ആൻഡ് താങ്ക് യു സോ മച്ച്. BMന്റെ മാച്ച് നല്ല രീതിക്ക് എടുത്തു പറയണം. കാരണം അവര് 7 പ്ലേയേഴ്സ് ആദ്യമേ ഡൗൺ ആയി പോയി. #2 വരെ എത്തിച്ചു അവര്. സത്യം പറയാതിരിക്കാൻ വയ്യ. #2 വരെ എത്തിച്ചു BM. അപ്പൊ അത് മാത്രമല്ല, നമ്മുടെ 2 വട്ടം #1 അടിച്ച OGയുടെ 5 പ്ലേയേഴ്സിനെയാണ് അവർ പിക്ക് ചെയ്തത്. സത്യം BM അത് തന്നെ ഒരു രക്ഷയില്ല. എല്ലാവരും കിടലനായിട്ട് കളിച്ചു ഗൈസ്. ആൻഡ് എൻഡ് ഓഫ് Day 1 6 മാച്ചസും നമ്മളിവിടെ സ്ട്രീം ചെയ്ത് തീർത്തിട്ടുണ്ട്. ആൻഡ് Day 2 നാളെ ആയിരിക്കും. നാളെ നമ്മൾ നേരത്തെ തുടങ്ങും. ഞാൻ സ്റ്റോറി ഇടാം, സ്റ്റോറിയിൽ അപ്ഡേറ്റ് ചെയ്യാം, ടൈം അപ്ഡേറ്റ് ചെയ്യാം. അപ്പം ഇത്രയാണ്. പോയിന്റ് ടേബിൾ ഉടനെ തന്നെ അപ്ഡേറ്റ് ആക്കുന്നതായിരിക്കും. ഇത് കഴിഞ്ഞ ഉടനെ പോയിന്റ് ടേബിൾ നമ്മൾ അപ്ഡേറ്റ് ആക്കിയിട്ട് ഞങ്ങൾ സ്റ്റോറിയിലും എക്സ്ലാൻഡിസിൻ്റെ പേജിലും എൻ്റെ TVയുടെ ഇൻസ്റ്റഗ്രാം പേജിലും എല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എൻഡ് ഓഫ് Day 1. താങ്ക് യു സോ മച്ച് ഫോർ ബീങ് ഹിയർ ഗൈസ്. എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. നാളെ എല്ലാവരും വരിക, ടൂർണമെൻറ്റിൻ്റെ Day 2 കാണാം. അപ്പോൾ
ബ്രാവ് എന്തെങ്കിലും പറയണ്ടോ? തൊണ്ടൊക്കെ പോയി. ഒന്നുമില്ല. അപ്പൊ നാളെ കാണുമ്പോഴേക്കും എല്ലാവർക്കും ടേക്ക് കെയർ. ലവ് യു ഗൈസ്. ഓക്കെ, ഞാനപ്പോ എൻഡ് ചെയ്തിട്ട് വരാവേ. ഓക്കെ, ബൈ.